നമസ്കാരം, ഞാൻ ഡോക്ടർ അഭിമ, പ്രൊഫസർ ആൻഡ് ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമക്കോളജി, ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഫാർമക്കോ വിജിലൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ശ്രീനാരായണ മെഡിക്കൽ കോളേജ് ഒരു ADR നിരീക്ഷണ കേന്ദ്രമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഫാർമക്കോ വിജിലൻസ് എന്നാൽ മരുന്നുകളുടെ നിരീക്ഷണം എന്നാണ് അർത്ഥം. മരുന്ന് സാധാരണ അളവിൽ കഴിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ പാർശ്വഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ പഠനം നടത്തുകയും അത് മനസ്സിലാക്കി അത് തടയാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ശാസ്ത്രമാണ് ഫാർമക്കോ വിജിലൻസ് എന്ന് പറയുന്നത്. സൈഡ് ഇഫക്റ്റിനെ നമ്മൾ ADR എന്നാണ് പറയുന്നത്, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. സാധാരണഗതിയിൽ പാർശ്വഫലങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെയാണ് സാധാരണ പഴിചാരുന്നത്? ചികിത്സിക്കുന്ന ഡോക്ടറിനെ. എന്നാൽ അങ്ങനെയല്ല. പാർശ്വഫലങ്ങൾ വരാൻ പല കാരണങ്ങളുണ്ട്. ജനിതക കാരണങ്ങളാകാം, അല്ലെങ്കിൽ മരുന്ന് നിർമ്മിക്കുമ്പോൾ അതിൽ ചേർക്കുന്ന രാസവസ്തു, നമ്മുടെ ജീവിതശൈലി, ഇതൊന്നുമല്ല സ്വയം ചികിത്സ. നിങ്ങൾ എത്ര പേരാണ് സ്വയം ചികിത്സ നടത്തുന്ന ആൾക്കാർ? നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ പോകാനുള്ള മടി കൊണ്ട് വീട്ടിലുള്ള മരുന്ന് തന്നെ പകുതി അതിൻ്റെ കാൽഭാഗമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ മുതിർന്നവർക്ക് കൊടുക്കുന്ന ഒരു ശീലം മലയാളികൾക്ക് സാധാരണ ഉള്ളതാണ്. അതിനെയാണ് നമ്മൾ സ്വയം ചികിത്സ എന്ന് പറയുന്നത്. നമ്മൾക്ക് സാധാരണഗതിയിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന പല പാർശ്വഫലങ്ങളും റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് അത് ഗുരുതരമായ അവസ്ഥയിലോട്ടും അനാവശ്യമായ ഹോസ്പിറ്റൽ വാസത്തിലോട്ടുമാണ് നയിക്കുന്നത്. ഇന്ത്യയിലെ 400-ലധികം സെന്ററുകളിൽ ഒരു നിരീക്ഷണ കേന്ദ്രമാണ് നമ്മുടെ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും നമ്മൾക്ക് പാർശ്വഫലങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടായാൽ, ഗുരുതരമാവട്ടെ ഗുരുതരമല്ലാത്തതായിക്കൊള്ളട്ടെ, നമുക്ക് ചിലപ്പോൾ അറിയുന്ന പാർശ്വഫലങ്ങളാകാം, എന്നാൽ പോലും നമ്മളോട് ശ്രീനാരായണ മെഡിക്കൽ കോളേജിലോട്ട് ചുവടെ ചേർക്കുന്ന നമ്പറിൽ റിപ്പോർട്ട് ചെയ്യുക. നമ്മൾ നിങ്ങളെ വിളിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതാണ്. ഇനി ഇത് ആർക്കൊക്കെ റിപ്പോർട്ട് ചെയ്യാം? പാർശ്വഫലങ്ങൾ രോഗികൾക്കും അതുപോലെ ആരോഗ്യ പ്രവർത്തകർക്കും റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ചുമന്ന ഫോമാണ് ആരോഗ്യ പ്രവർത്തകർക്ക്, നീല ഫോമാണ് രോഗികൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. നാളെയുടെ മരുന്നിൻ്റെ സുരക്ഷിതത്തിന് വേണ്ടി നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം. ശ്രീനാരായണ മെഡിക്കൽ കോളേജിനോടൊപ്പം റിപ്പോർട്ട് ചെയ്യൂ. നല്ലൊരു നാളെ സൃഷ്ടിക്കാം.